നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരോട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നിനക്ക് ഇങ്ങോട്ടേക്ക് പോരാൻ പാടില്ലായിരുന്നു. ജിതിൻ, അവരതിനെന്നെ വിടണ്ടേ? അവർക്ക് എന്നെ ഒരേ സംശയം. ഇപ്പോ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാനില്ല. ഞാൻ എവിടെ പോകുന്നു, ആരെ കാണാൻ പോകുന്നു, അങ്ങനെ കുറെ ചോദ്യങ്ങളും. പിന്നെ അവരുടെ മോൻ വിനയ് അവിടെ സുഖമില്ലാതെ കിടക്കുക. അവനെ ഗൗനിക്കുന്നില്ല, അവനെ പരിചരിക്കുന്നില്ല, അങ്ങനെ കുറെ അധികം പരാതികളും. പോരാത്തതിന് അവരുടെ ഡിസ്ലറിയിൽ നിന്നും വിറ്റുപോയ മദ്യം കഴിച്ച് ഏതാണ്ട് 5 പേരോളം ചത്തു. അതിന്റെ കുറ്റം എന്റെ തലയിൽ. അങ്ങനെ ചോദ്യവും ഉത്തരവായിട്ട് കുറെ നേരം അങ്ങ് പോയി. ഒരു വിധത്തിലാ എല്ലാം പറഞ്ഞൊപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി എന്താ നിന്റെ പ്രോഗ്രാം? ഇനി എനിക്ക് വിശാലിനെ ഒന്ന് കാണണം. അവൻ എന്തിനാ നീ ഇനി കാണുന്നേ? ഞാൻ ജിത്തിനോട് പറഞ്ഞതൊക്കെ ജിത്തിൻ മറന്നുപോയോ? വിശാലിനെ ഒരു കുരുക്കിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയ പ്ലാൻ ജിത്തിനോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അതോർമ്മയുണ്ട്. ഞാനത് വർക്ക്ഔട്ട് ചെയ്യാൻ പോവാ. വിശാലിനെ കാണാനുള്ള അനുമതി ഞാൻ പ്രഭാവതിയിൽ നിന്നും വാങ്ങിച്ചു കഴിഞ്ഞു ജിത്തിൻ. പ്രിയ, ഈ പ്ലാനൊക്കെ വർക്ക്ഔട്ട് ആവോ? ഒരു സംശയവും വേണ്ട ജിത്തിൻ, ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, വിനയ അസുഖം കാരണം എഴുന്നേക്കാൻ പറ്റാതെ ബെഡിൽ തന്നെ കിടക്കുക. നേരെ സന്ധ്യയാവുമ്പോ വീട്ടിലേക്ക് ചെല്ലണം. ആ നേരം അവിടെ ആരും ഉണ്ടാവില്ല. നല്ല സന്ദർഭം നോക്കി വിനയെ തലേണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലണം. അന്നേരം പ്രഭാവതിയെ കാണാൻ വേണ്ടി ഞാൻ വിശാലിനെ അങ്ങോട്ട് പറഞ്ഞു വിടും. വിശാൽ അവിടെ എത്തുമ്പോ നീ വിനയെ കൊന്നിട്ട് മാറണം. വീട്ടിൽ ആരെയും കാണാത്തപ്പോ വിശാൽ എന്തായാലും അന്വേഷിച്ച് മുകളിലത്തെ നിലയിലെത്തും. വിനയുടെ മുറിയിൽ വിനയ് കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ട് വിശാൽ അവിടെ എത്തും. വിശാൽ വിനയുടെ മുറിയിൽ എത്തിക്കഴിഞ്ഞാൽ നീ എന്നെ വിളിച്ച് ആ വിവരം പറയണം. ഞാൻ ഉടനെ അവിടെ എത്തും. വിനയെ കൊന്നത് വിശാലാണെന്ന് ഞാൻ വരുത്തി തീർക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് വിജയിക്കില്ല. നീ വിചാരിച്ചാൽ വിജയിക്കും. നിനക്ക് ധൈര്യമില്ലെങ്കിലേ വല്ല മുഖംമൂടിയും ധരിച്ച് ഞാൻ തന്നെ ഇത് ചെയ്യേണ്ടി വരും. ഒരു കൊലപാതകം ചെയ്ത എനിക്കാണോ ഇനിയൊരു കൊലപാതകം കൂടി ചെയ്യാൻ ഭയം? വിശാലും വിനയും നിന്റെ ശത്രുക്കളല്ലേ ജിതിൻ? അവരെ 2 പേരെയും ഒതുക്കാനുള്ള വഴിയാണ് ഞാൻ നിനക്ക് ഒരുക്കി തരുന്നത്. വിനയ് കൊല്ലപ്പെടുകയും വിശാല് ജയിലിലാവുകയും ചെയ്താൽ പ്രഭാവതി ആകെ തകരും. പിന്നീട് അവർക്ക് കമ്പനിയിലും സ്വത്തുക്കളിലൊന്നും ശ്രദ്ധിക്കാനാവില്ല. ആ അവസരം മുതലെടുത്ത് നമുക്ക് ഈ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്തി വിദേശത്തേക്ക് കടക്കാം. എനിക്ക് വേണ്ടി നീ എന്തും ചെയ്യും അല്ലേ റിയ? ഇപ്പൊ പറഞ്ഞ ഈ പ്ലാൻ നീ വിജയിപ്പിച്ചാൽ നിനക്ക് വേണ്ടി മറ്റൊരു സർപ്രൈസ് കൂടി ഞാൻ തരും. അപ്പോ എല്ലാം പറഞ്ഞ പോലെ ഞാൻ വിശാലിനെ കണ്ടിട്ട് നിന്നെ വിളിക്കാം. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.